ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. സംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ വെല്ലുവിളിയാണ്. മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. അയൽവക്കക്കാരേക്കാൾ, കൂട്ടുകാരേക്കാൾ എനിക്ക് വളരണം, ഉയരണം, വർദ്ധിച്ചു വരണം എല്ലാ കാര്യങ്ങളിലും എന്നുള്ള ചിന്ത ഇന്ന് മനുഷ്യനെ വല്ലാതെ കുരുക്കി ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുരുക്കിൽ നിന്ന് അവർ പുറത്തു വരണമെങ്കിൽ ഉള്ളതുകൊണ്ട് സംതൃപ്തരായി ജീവിപ്പാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം നാം പഠിച്ചാൽ ഇല്ലായ്മകൾ ഒരുപാട് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതായി നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് ഇല്ലായ്മകൾ യേശു ഫേസ് ചെയ്തിരുന്നു. എന്നാൽ അവിടെയെല്ലാം തികച്ചും സംതൃപ്തിയോടെ ആണ് കർത്താവ് ജീവിച്ചത്. അസംതൃപ്തിയുടെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും യേശുവിൻ്റെ ജീവിതത്തിൽ ആർക്കും കാണുവാൻ കഴിയുകയില്ല. യേശു അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാരെയും ഉള്ളതുകൊണ്ട് തൃപ്തരായിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിരുന്നു. ഉദാഹരണമായി അവരെ സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചപ്പോൾ, ദൈവരാജ്യം പ്രസംഗിപ്പാൻ അയച്ചപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് സമാധാനം പറയണം. ആ വീട്ടിൽ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ആ വീട്ടുകാർ നിങ്ങളെ സ്വീകരിച്ചാൽ അവർ എന്തെങ്കിലും നിങ്ങൾക്ക് തിന്നുവാനോ കുടിക്കുവാനോ തന്നാൽ അത് നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, ദാഹത്തിന് തരുന്ന ദാഹജലത്തിൽ ഒക്കെ നിങ്ങൾ സംതൃപ്തരായിരിക്കണം എന്ന് പറഞ്ഞാണ് കർത്താവ് അവരെ അയക്കുന്നത്. മാത്രമല്ല, ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തു ശിഷ്യന്മാർ അവരുടെ പ്രബോധനങ്ങളിൽ സഭയെ പഠിപ്പിച്ചതുമെല്ലാം സംതൃപ്തരായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യനായിരുന്ന പൗലോസ് പറഞ്ഞു, ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തരാകുവിൻ. മറ്റൊരിക്കൽ പറഞ്ഞു, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടം തന്നെയാണ്. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായസൂത്രം എന്ന് പറഞ്ഞതിൽ ഈ ഒരു അർത്ഥത്തിലാണ്. സംതൃപ്തിയോടുകൂടിയ ഒരു ജീവിതം അത് വലിയ നേട്ടമായിട്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഭൗതിക കാര്യങ്ങളിൽ സംതൃപ്തരായിരിക്കണം എന്ന് വളരെ നിഷ്കർഷിക്കുമ്പോൾ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഒരിക്കലും നാം സംതൃപ്തരായിരിക്കരുത് എന്നുള്ള സന്ദേശവും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണം എന്ന വിശേഷണം ആ അധ്യായത്തിനുണ്ട്. ആ അധ്യായത്തിൽ യേശു ജനങ്ങളെ പഠിപ്പിച്ചവരോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തെ യേശു കണ്ടപ്പോൾ മലമുകളിലേക്ക് കയറി അവിടെ ഇരിക്കുകയും കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ സമയത്ത് അവൻ്റെ സമീപത്തേക്ക് വന്നപ്പോൾ അവരെ പഠിപ്പിക്കുകയും ചെയ്ത ആത്മീകമായ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ ഉള്ളത്. ഗിരിപ്രഭാഷണത്തിൽ, അതായത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മീകമായി ഇനിയും ഏറെ എനിക്ക് പ്രാപിക്കുവാനുണ്ട് എന്ന് അറിയുന്നവൻ ഭാഗ്യവാനാണ്, ദൈവരാജ്യം അവർക്കുള്ളതാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. യേശു അതാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഇനിയും ആത്മീയമായി എനിക്ക് ഏറെ അറിയുവാനുണ്ട്, എനിക്ക് ആത്മീയമായി ഇനിയും ഏറെ പ്രാപിക്കുവാനുണ്ട്, ഞാൻ ആത്മീയ സമ്പന്നനായിട്ടില്ല. ഈ ചിന്ത മരിക്കുന്നതുവരെയും ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് ആ വ്യക്തിക്ക് മാറുവാൻ കഴിയും എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ വചനം നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നാം നമ്മെ അളന്നു നോക്കണം. ആ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ നാം കൊതിക്കണം. ഇങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. എനിക്കിനിയും വളരുവാനുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ മരണം വരെ ജീവിക്കുവാൻ കഴിയുന്നവർക്കാണ് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുന്നത്. നിർഭാഗ്യവശാൽ ലവദോക്കിയ സഭയെപ്പോലെ ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന ഭാവം പലർക്കും ഉള്ളത് സങ്കടകരമാണ്.
തീർച്ചയായും അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആ ചിന്തകൾ അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ പുറത്തു കൊണ്ടുവരട്ടെ. എനിക്കിനിയും ആത്മീയമായി ഒരുപാട് അറിയുവാനുണ്ട്, എനിക്കിനിയും ആത്മീയമായി ഒരുപാട് വളരുവാനുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നും അല്ല എന്ന അറിവ്, അത് ആ തിരിച്ചറിവ് നമ്മളെ ആത്മീയ സമ്പന്നതയിലേക്ക് നടത്തും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ദൈവവിഷയമായി നാം സമ്പന്നൻ ആകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിലുള്ള ദാരിദ്ര്യം വചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കലും ആത്മീയ നിഗളം നമ്മെ ഭരിക്കാതിരിക്കട്ടെ. ആത്മീയമായിട്ട് ഞാൻ തികഞ്ഞവനാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ വരുമ്പോൾ ഞാൻ ഇനിയും കർത്താവെ പ്രാപിക്കുവാനുള്ള മനസ്സുമായിട്ടാണ് അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നത് എന്ന മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ നാം നമ്മുടെ കൂട്ടായ്മകളിലേക്കൊന്ന് ചെന്നിരുന്നെങ്കിൽ, അങ്ങനെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെന്നിരുന്നെങ്കിൽ, ആവശ്യബോധത്തോടെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, ആഗ്രഹത്തോടെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം എത്രയോ കരുണാസമ്പന്നനായ ദൈവമായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവോടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, ആത്മാവിൽ ദരിദ്രരായി മരണം വരെയും ജീവിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.